ഏൾ നൈറ്റിംഗേലിൻ്റെ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന ഓഡിയോ അദ്ദേഹം 1957 റിലീസ് ചെയ്തത്. അന്നു മുതൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവുകയും ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ നമുക്കും ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും പണവും പ്രശസ്തിയും അതിലേറെ മനസ്സമാധാനവും കൈവരിക്കാം എന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുലയാണിത്. ഇംഗ്ലീഷിലുള്ള ഏൾ നൈറ്റിംഗേലിൻ്റെ ഈ ഓഡിയോ പലർക്കും മനസ്സിലാക്കാൻ അല്പം വിഷമമുണ്ടായേക്കാം. അതിനെ സരളമായി മലയാള ഭാഷയിൽ അവതരിപ്പിക്കാമോ എന്ന് പലരും എന്നോട് ചോദിച്ചു. ജീവിത വിജയം നേടിയ അനവധി ആളുകളുടെ ഇടയിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ വരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നോബൽ പ്രൈസ് വിജയിയായ ഡോക്ടർ ആൽബർട്ട് സ്പെൻസറിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, ഡോക്ടർ, എന്താണ് ഈ കാലഘട്ടത്തിൽ ആളുകളുടെ പ്രധാനപ്പെട്ട പ്രോബ്ലം? ചെറിയ ഒരു മൗനത്തിനു ശേഷം ഡോക്ടർ മറുപടി പറഞ്ഞു, ആളുകൾ ചിന്തിക്കുന്നില്ല, അതാണ് പ്രധാനപ്പെട്ട പ്രോബ്ലം. നമ്മളിപ്പോൾ ജീവിക്കുന്നത് സുവർണ യുഗത്തിലാണ്. നല്ല ജീവിത നിലവാരമുണ്ട്. ടെക്നോളജി ഓരോ ദിവസവും പുരോഗമിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ജീവിതം ആയാസരഹിതവും കൂടുതൽ സൗകര്യപ്രദവുമാണ്. മെഡിക്കൽ സയൻസിൻ്റെ പുരോഗതി കാരണം ആയുർദൈർഘ്യവുമുണ്ട്. എല്ലാവർക്കും വിജയിക്കാനുള്ള അവസരങ്ങളും ധാരാളമുണ്ട്. നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ, ഉദാഹരണത്തിന് 25 വയസ്സുള്ള 100 പേരെ എടുത്താൽ ഇവരെല്ലാവരും വിജയിക്കണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവരാകും. 65 വയസ്സാകുമ്പോഴേക്കും ഈ 100 പേരിൽ ഒരാൾ വലിയ പണക്കാരനായിട്ടുണ്ടാകും, 4 പേർ അത്യാവശ്യം ജീവിക്കാനുള്ള പണം സമ്പാദിച്ചിട്ടുണ്ടാകും, 5 പേർ അപ്പോഴും നിത്യചിലവുകൾക്കായി ജോലി ചെയ്യുന്നുണ്ടാകും, 90 പേർ ദരിദ്രരായി ജീവിക്കുന്നുണ്ടാകും. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. 100 പേരിൽ 5 പേർ മാത്രമാണ് വിജയിച്ചത്. 90% ആളുകളും ദരിദ്രരായി ജീവിക്കുന്നു. എന്തായിരിക്കും കാരണം? എവിടെ പോയി 25 വയസ്സിൽ അവർക്കുണ്ടായിരുന്ന ഉത്സാഹവും ശക്തിയും വിജയിക്കാനുള്ള ആഗ്രഹവുമെല്ലാം? അവർ ആഗ്രഹിച്ചതും നേടിയതും തമ്മിലുള്ള ഇത്ര വലിയ അന്തരം ഉണ്ടാകാൻ എന്താണ് കാരണം? എന്തുകൊണ്ട് വിജയിച്ചില്ല? 5% ആളുകളെ വിജയിച്ചതുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ വിജയത്തിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. സക്സസ് ഈസ് ദ പ്രോഗ്രസീവ് റിയലൈസേഷൻ ഓഫ് എ വർത്തി ഐഡിയൽ. ഒരു വ്യക്തി വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്യുകയും അത് കൈവരിക്കാനായി പ്രയത്നിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്നതാണ് സക്സസ്. ഒരു സ്കൂൾ ടീച്ചർ സക്സസ് ആണ്, കാരണം ഒരു ടീച്ചർ ആകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഒരു വീട്ടമ്മ സക്സസ് ആണ്, കാരണം നല്ലൊരു വീട്ടമ്മയായി കുടുംബവും കുട്ടികളെയും നല്ലവണ്ണം പരിപാലിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. ഒരു പെട്രോൾ പമ്പ് ഉടമ സക്സസ് ആണ്, കാരണം അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പെട്രോൾ പമ്പ് തുടങ്ങുകയെന്നത്. എന്തുകൊണ്ടാണ് 90% ആളുകളും വിജയിക്കാത്തത്? അതിനുള്ള പ്രധാന കാരണം അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ലെന്നതാണ്. വ്യക്തമായ ഗോൾ സെറ്റ് ചെയ്യാത്തവരാണ് അവരുടെ പരാജയ കാരണം. റോളോ മേ എന്ന പ്രശസ്ത സൈക്യാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ധീരതയുടെ വിപരീതം ഭീരുത്വം അല്ല, അത് അനുരൂപതയാണ്. അനുരൂപതയുടെ അർത്ഥം മറ്റുള്ളവരെ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ അന്ധമായി അനുകരിക്കുക അല്ലെങ്കിൽ പിന്തുടരുക എന്നതാണ്. ഇംഗ്ലീഷിൽ കൺഫോമിറ്റി എന്ന് പറയും. വിജയിക്കാത്ത 90% ആളുകളുടെ കൂട്ടത്തിൽ അണിചേരുന്നത് കൊണ്ടാണ് ആ 90%നും വിജയം കൈവരിക്കാനാവാത്തത്. ഇനി നമുക്ക് നോക്കാം, ഭൂരിഭാഗം പേരും എന്തുകൊണ്ടാണ് വിജയിക്കാത്തവരുടെ കൂട്ടത്തിൽ അണിചേരുന്നത്? 20 പേരോട് എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൽ 19 പേർക്കും അതിന് വ്യക്തമായ മറുപടി ഉണ്ടാകില്ല. എല്ലാവരും പോകുന്നു, ഞാനും പോകുന്നു എന്നായിരിക്കും അവരുടെ മറുപടി. ഇത് അനുരൂപതയാണ്. ആരാണ് വിജയിക്കുന്നത്? ആർക്കാണോ വ്യക്തമായ ലക്ഷ്യമുള്ളത്, അത് നേടിയെടുക്കാനായി പ്രയത്നിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നയാളാണ് വിജയി. പക്ഷേ 100-ൽ 5 പേർ മാത്രമാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഒരു ലക്ഷ്യം നിർവചിച്ച് അത് നേടിയെടുക്കാനായി പ്രയത്നിക്കുമ്പോൾ ഒരു കോമ്പറ്റീഷനും ഇല്ല. നമ്മൾ മത്സരിക്കുന്നതിന് പകരം ലക്ഷ്യത്തിലേക്കുള്ള പടികൾ സൃഷ്ടിക്കുന്നു എന്ന് മാത്രം. ഏൾ നൈറ്റിംഗേൽ
20 വർഷത്തോളം റിസർച്ച് ചെയ്തു വിജയത്തിലേക്കുള്ള ഫോർമുല കണ്ടുപിടിക്കാൻ. അദ്ദേഹം അത് കണ്ടുപിടിക്കുകയും ചെയ്തു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ചില ആളുകൾ കഠിനമായി ജോലി ചെയ്തിട്ടും പറയത്തക്ക വിജയമൊന്നും നേടാത്തത്. മറ്റു ചിലരാകട്ടെ അത്ര കഠിനാധ്വാനമൊന്നും ചെയ്യാതെ തന്നെ എല്ലാം നേടിയെടുക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരു മാജിക് ടച്ച് ഉണ്ട്. ചിലരെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ടാകാം, അവർ തൊട്ടതെല്ലാം പൊന്നാക്കുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയികൾ വിജയിച്ചുകൊണ്ടേയിരിക്കുകയും പരാജിതർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുന്നതും. കാരണം എന്താണെന്ന് അറിയാമോ? ഗോൾ. ചിലർക്ക് ഗോൾ ഉണ്ട്, മറ്റു ചിലർക്ക് അത് ഉണ്ടാവില്ല. ഗോൾസ് ഉള്ളവർ തീർച്ചയായും വിജയിക്കും. കാരണം അവർക്കറിയാം അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമുക്ക് ഒരു കപ്പലിൻ്റെ കാര്യമെടുക്കാം. കപ്പലിന് കപ്പിത്താനുണ്ട്, വ്യക്തമായ പ്ലാനുണ്ട്. ഏത് റൂട്ടിലൂടെയാണ് പോകേണ്ടതെന്നും എത്ര സമയത്തിനുള്ളിൽ എത്തണമെന്നും മറ്റുള്ള വ്യക്തമായ പ്ലാൻ ഉണ്ട്. 99.99% അത് ലക്ഷ്യസ്ഥാനത്തെത്തും. ഇനി മറ്റൊരു കപ്പലിൻ്റെ കാര്യമെടുക്കാം. അതിന് ക്യാപ്റ്റനില്ല, വ്യക്തമായ ഒരു പ്ലാനും ഇല്ല. അതിൻ്റെ എൻജിൻ സ്റ്റാർട്ടാക്കുക മാത്രം ചെയ്തു. അതിനെന്തു സംഭവിക്കും? അത് എവിടെയെങ്കിലും മുങ്ങിപ്പോകും. അതിനെങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം അതിന് യാതൊരു ലക്ഷ്യസ്ഥാനവുമില്ല. എന്തുകൊണ്ടാണ് വ്യക്തമായ ഗോളുകൾ ഉള്ള ആളുകൾ ജീവിതത്തിൽ വിജയിക്കുന്നു, ഗോളുകൾ ഇല്ലാത്തവർ പരാജയപ്പെടുന്നു? ഏൾ നൈറ്റിംഗേൽ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മുടെ ഇനി അങ്ങോട്ടുള്ള ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും. പരിപൂർണമായി മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം പഴയ മാതിരി ആയിരിക്കുകയില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും സൗഭാഗ്യങ്ങൾ ആകർഷിക്കപ്പെടുന്നുവെന്ന്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതായി അനുഭവപ്പെടും. ഇനി അങ്ങോട്ട് നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവുകയില്ല. നമുക്കുണ്ടായിരുന്ന വറീസും ഉത്കണ്ഠയും ഇനി അങ്ങോട്ട് ഉണ്ടാവുകയില്ല. സംശയം, ഭയം തുടങ്ങിയവയെല്ലാം നമ്മിൽ നിന്ന് ഓടിമറിയും. എന്താണ് വിജയത്തിലേക്കുള്ള താക്കോലും അതുപോലെ തന്നെ പരാജയത്തിലേക്കുള്ള താക്കോലും? വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. ഒന്നുകൂടി പറയട്ടെ, വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും. ചരിത്രത്തിൽ പണ്ഡിതന്മാരും ഫിലോസഫേഴ്സും പ്രവാചകന്മാരും മറ്റും പല കാര്യത്തിലും ഭിന്നാഭിപ്രായക്കാരായിരുന്നു. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതെന്തോ നമ്മൾ അതായിത്തീരും എന്ന കാര്യത്തിൽ ഇവരിലൊരാൾക്കും അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ല. മർക്കസ് ഔറേലിയസ് എന്ന മഹാനായ റോമൻ ചക്രവർത്തി പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ ചിന്തകളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ബെഞ്ചമിൻ ഡിസ്രേലി പറയുന്നു, വ്യക്തമായ ഗോൾസുള്ള ഒരു വ്യക്തി തീർച്ചയായും അത് നേടിയിരിക്കും. ഒരു ശക്തിക്കും അത് തടയാനാകില്ല. വില്യം ജെയിംസ് പറഞ്ഞു, മനുഷ്യന് അവൻ്റെ മൈൻഡിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയായ ദിശയിലേക്ക് തിരിച്ചാൽ അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും എന്നതാണ് എൻ്റെ ജനറേഷനിലെ മഹത്തായ കണ്ടുപിടുത്തം. അദ്ദേഹം തുടർന്ന് പറയുന്നു, നമ്മൾ ധനികനാകാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും ധനികനാകും. പണ്ഡിതനാകാൻ ആഗ്രഹിച്ചാൽ പണ്ഡിതനാകും. നല്ല ഒരു മനുഷ്യനായി തീരാൻ ആഗ്രഹിച്ചാൽ തീർച്ചയായും അതാകും. തീവ്രമായ ആഗ്രഹം അതാണ് വേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്ന സമയത്ത് അപ്രധാനങ്ങളായ മറ്റനവധി കാര്യങ്ങൾ അതുപോലെ തീവ്രമായി ആഗ്രഹിക്കരുത്. ബൈബിളിൽ പറയുന്നു, ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് സാധ്യമാകും. ഡോക്ടർ നോർമൻ വിൻസെൻ്റ് പേൽ പറഞ്ഞു, ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് ലോ ആണിത്. ഇത് എൻ്റെ ചെറുപ്പകാലത്ത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനകം എനിക്ക് എത്രയോ കാര്യങ്ങൾ നേടാമായിരുന്നു. അതുതന്നെയാണ് സുഹൃത്തുക്കളെ എനിക്കും പറയാനുള്ളത്. നമുക്ക് ഇതുവരെ ഇതൊന്നും അറിയില്ലായിരുന്നു. ഇനി നമ്മൾ സമയം പാഴാക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തെ ഒരു സൂപ്പർ സക്സസ് ആക്കി മാറ്റാം. ഈ മഹത്തായ നിയമത്തെ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവ് റിസൾട്ട് കിട്ടും, പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അത്രയ്ക്ക് സിമ്പിളാണിത്. 3 വാക്കുകളിൽ ചുരുക്കി പറഞ്ഞാൽ, ബിലീവ് ആൻഡ് സക്സീഡ്. വിശ്വസിക്കൂ, വിജയിക്കൂ. വില്യം ഷേക്സ്പിയർ പറഞ്ഞു, നമ്മുടെ ഡൗട്ട്സ് വിശ്വാസവഞ്ചകനാണ്. നമ്മളെ അത് വിജയിക്കുന്നതിൽ നിന്നും പുറകോട്ട് പിടിച്ചു വലിക്കുന്നു. പരിശ്രമിക്കാൻ പോലും പേടിപ്പിച്ച് നമ്മൾ വിജയിക്കുമായിരുന്ന കാര്യം പോലും ചെയ്യാൻ അനുവദിക്കാതെ. ബെർണാഡ് ഷാ പറയുന്നു, ആളുകൾ തങ്ങളുടെ
പരാജയങ്ങൾക്ക് അവരുടെ ചുറ്റുപാടുകളെ കുറ്റം പറയുന്നു. ഞാൻ ചുറ്റുപാടുകളിൽ വിശ്വസിക്കുന്നില്ല. വിജയികൾ അനുകൂല സാഹചര്യം സ്വയം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ദിവസം മുഴുവൻ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരും. ദിവസം മുഴുവൻ സ്പഷ്ടമായ ഗോളിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? അത് തീർച്ചയായും യാഥാർത്ഥ്യമാകും. വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. ഒരു ലക്ഷ്യം അഥവാ ഗോൾ ഇല്ലാത്ത ഒരാൾ അയാൾക്കറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെയുള്ള ഒരാൾ ചിന്തിക്കുന്നത് മുഴുവനും കൺഫ്യൂഷൻ, ഉത്കണ്ഠ, ഭയം, വറി തുടങ്ങിയവയായിരിക്കും. അതുതന്നെയാണ് അയാൾക്ക് ലഭിക്കുകയും ചെയ്യുക. ഓർക്കുക, വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. ഒരാൾ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല എങ്കിൽ അയാൾ ഒന്നുമാകില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തോ അതായിത്തീരുന്നത്? മനുഷ്യ മനസ്സിന് സമാനമായ ഒരു സിറ്റുവേഷൻ നമുക്ക് എടുക്കാം. ഒരു കർഷകന് വളരെ ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയുണ്ട്. അതിൽ എന്തു നടണമെന്ന് ആ കൃഷിക്കാരന് തീരുമാനിക്കാം. ആ ഭൂമി അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. 100% അത് കൃഷിക്കാരൻ്റെ തീരുമാനമാണ്. നമ്മുടെ മനസ്സും ഫലഭൂയിഷ്ഠമായ കൃഷിസ്ഥലം പോലെയാണ്. അതിൽ എന്തു നടണമെന്ന് അത് ചിന്തിക്കുന്നില്ല. എന്താണ് നട്ടത് അത് അനേകം ഇരട്ടിയാക്കി തരും. കാരണം അത് അത്രയും ഫലഭൂയിഷ്ഠമാണ്. ഇനി കൃഷിക്കാരൻ്റെ കയ്യിൽ 2 വിത്തുകളുണ്ട്. ഒന്ന് നെൽവിത്തും മറ്റേത് വിഷക്കായയുമാണ്. 2 കുഴി കുഴിച്ച് ഒന്നിൽ നെൽവിത്തും മറ്റേതിൽ വിഷക്കായയും കുഴിച്ചിട്ടു. വെള്ളവും വളവും കൊടുത്തുകൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുക? എന്താണ് കുഴിച്ചിട്ടത് അത് വിളഞ്ഞ് വലുതായി അനേക മടങ്ങായി തിരിച്ചു തരും. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, വിതച്ചതേ കൊയ്യൂ. ഓർക്കുക, കൃഷിസ്ഥലത്ത് വിഷക്കായ കുഴിച്ചിട്ടാൽ അതാണ് വിളഞ്ഞ് അനേക മടങ്ങായി തിരികെ ലഭിക്കുക. നല്ല പഴങ്ങളാണോ കുഴിച്ചിട്ടത്? അതായിരിക്കും അനേക മടങ്ങായി തിരികെ ലഭിക്കുക. എന്താണ് നടേണ്ടതെന്ന് കൃഷിക്കാരന് തീരുമാനിക്കാം. ഒരു കാര്യം കൂടി ഓർക്കുക, മനുഷ്യ മനസ്സ് മറ്റേതൊരു കൃഷിസ്ഥലത്തേക്കാളും വളരെ വളരെ വിലമതിക്കാനാവാത്തതും നിഗൂഢവുമാണ്. വളരെ ഫലഭൂയിഷ്ഠവുമാണ്. എന്താണ് അത് നട്ടിട്ടുള്ളതെന്ന് അത് ശ്രദ്ധിക്കുന്നില്ല. എന്താണോ നട്ടത് അത് 10 മടങ്ങായി തിരികെ നൽകും. നട്ടത് സക്സസ് ആണോ അതോ ഫെയിലറോ? സ്പഷ്ടമായ ഗോൾ ആണോ അതോ കൺഫ്യൂഷനോ, തെറ്റിദ്ധാരണകൾ, ഭയം, ഉത്കണ്ഠ തുടങ്ങിയവയാണോ? ഏതായാലും 10 മടങ്ങായി തിരികെ ലഭിക്കും. ചിന്തിക്കൂ, അപ്പോൾ എന്താണ് നാം നടേണ്ടത്? ഇത് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യ മനസ്സിനെ കൂടുതൽ നന്നായി ഉപയോഗിക്കാത്തത്? കാരണം അത് നമ്മൾ ജനിക്കുമ്പോൾ ഫ്രീ ആയി കിട്ടിയതാണ്. നമുക്ക് ഫ്രീ ആയി കിട്ടിയ സാധനത്തെ നമ്മൾ അവഗണിക്കാറല്ലേ പതിവ്? വലിയ വില കൊടുത്തു വാങ്ങിയ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് തുടങ്ങിയവ എത്ര നന്നായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യാറ്. പക്ഷേ വാസ്തവം എന്തെന്നറിയാമോ? നമുക്ക് ഫ്രീ ആയി കിട്ടിയ നമ്മുടെ മൈൻഡ്, ആത്മാവ്, ശരീരം, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ബുദ്ധിശക്തി, നമ്മുടെ കുടുംബത്തോടും കുട്ടികളോടും സുഹൃത്തുക്കളോടുമുള്ള സ്നേഹം, ഇതെല്ലാമല്ലേ വിലമതിക്കാനാവാത്തത്? വലിയ വിലയുള്ള നമ്മുടെ കാറോ വീടോ നശിച്ചു പോയാലും നമുക്കത് വീണ്ടും സൃഷ്ടിക്കാം. പക്ഷെ ഫ്രീ ആയി കിട്ടിയ നമ്മുടെ ജീവനോ മനസ്സിനോ ബുദ്ധിക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരിക്കലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. മനുഷ്യ മനസ്സിനെ നമ്മൾ നന്നായി ഉപയോഗിക്കുന്നില്ല. അതിന് കൊടുക്കുന്ന എന്ത് ജോലിയും അത് അനായാസമായി ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ പൊതുവെ പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റിയുടെ 10% താഴെ മാത്രമാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമ്മളതിന് നിസ്സാര ജോലികളാണ് കൊടുക്കുന്നത്, പ്രധാനപ്പെട്ടവ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഒരു തീരുമാനമെടുക്കൂ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ ഗോൾ മനസ്സിൽ നടുക. അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം. നിങ്ങൾക്ക് എന്താണ് നേടേണ്ടത് അത് മനസ്സിൽ വ്യക്തമായി നിർവചിക്കൂ. നല്ല ജോലിയാണോ വേണ്ടത്? നല്ലൊരു സെയിൽസ്മാൻ ആകാനാണോ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിയിൽ ഉന്നതനാകാനാണോ ആഗ്രഹിക്കുന്നത്? എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വിത്ത് മനസ്സിൽ പാകൂ. അതിനെ വേണ്ട വിധം ശുശ്രൂഷിക്കൂ. അതിനായി പ്രയത്നിക്കൂ. തീർച്ചയായും അത് നേടുക തന്നെ ചെയ്യും. നേടാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇത് പ്രകൃതി നിയമമാണ്. ഭൂഗുരുത്വാകർഷണ നിയമം പോലെ. ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്നു ചാടിയാൽ ഒരിക്കലും മുകളിലേക്ക് പോകില്ല.
താഴേക്ക് മാത്രമേ പോകൂ. അത്രയും സ്പഷ്ടമാണ് പ്രകൃതിയുടെ ഓരോ നിയമവും. തീർച്ചയായും അത് എല്ലായ്പ്പോഴും വർക്ക് ചെയ്യും. നിങ്ങളുടെ ഗോളിനെ പറ്റി റിലാക്സ് ആയി പോസിറ്റീവ് വേയിൽ ചിന്തിക്കൂ. ഗോൾ ഓൾറെഡി അച്ചീവ് ചെയ്തതായി കാണൂ. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്താൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായി സങ്കല്പിക്കൂ. നമ്മളെല്ലാവരും നമ്മുടെ ചിന്തകളുടെ ആകെ തുകയാണ്. ഒരാൾ ഇന്ന് എന്താണോ അതിനു കാരണം അതാണ് അയാൾക്ക് വേണ്ടിയിരുന്നത്. അങ്ങനെയാണ് അയാൾ ചിന്തിച്ചത്. നമ്മൾ വലിയ JCB കണ്ടിട്ടില്ലേ? എത്ര വലിയ ഭാരത്തെയാണ് അതിൻ്റെ ഡ്രൈവർ അനായാസമായി കൈകാര്യം ചെയ്യുന്നത്. മനുഷ്യ മനസ്സും വളരെ കപ്പാസിറ്റിയുള്ള മെഷീൻ ആണ്. നമ്മളതിനെ നന്നായി ഡ്രൈവ് ചെയ്യുകയല്ലേ വേണ്ടത്? അതോ കയ്യും കെട്ടിയിരുന്ന് പടുകുഴിയിലേക്ക് വീഴ്ത്തണോ? നിങ്ങൾക്കറിയാമോ, വിജയം തരുന്ന ഈ നിയമം ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. നമ്മൾ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യണം. അതേ നിയമം നമുക്ക് സക്സസ് തരാം, ധനം തരാം, സന്തോഷവും അതുപോലെ തന്നെ എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം തരാം. ഇതേ നിയമം തന്നെ നമ്മെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്കും തള്ളിവിടാം. എങ്ങനെയാണോ നമ്മളതിനെ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ബലം കിട്ടുക. നല്ലതിനാണോ അതോ ചീത്തതിനോ? ഇതാണ് സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഇൻ ദ വേൾഡ്. നമ്മൾ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്കൊരു 30 ദിവസത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റ് ചെയ്തു നോക്കി സ്വയം ബോധ്യപ്പെടാം എത്ര വലിയ റിസൾട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇതിലൂടെ കിട്ടുന്നതെന്ന്. ഈ 30 ദിവസത്തെ ടെസ്റ്റ് എളുപ്പമായിരിക്കില്ല. പക്ഷേ നിങ്ങൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ മെച്ചപ്പെട്ടതാക്കി മാറ്റും. ഐസക് ന്യൂട്ടൻ്റെ വളരെ പ്രശസ്തമായ സിദ്ധാന്തം ഓർക്കാം. ഓരോ പ്രവൃത്തിക്കും അതിനു തത്തുല്യമായതും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതേ സിദ്ധാന്തം നമുക്കെല്ലാവർക്കും ബാധകമാണ്. അതായത് നമുക്ക് ഒന്നും തന്നെ നേടാനാവില്ല അതിനുള്ള വില കൊടുക്കാതെ. ചുരുക്കി പറഞ്ഞാൽ 30 ദിവസത്തെ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് നമ്മൾ അതിനു വേണ്ടി ഇടുന്ന എഫേർട്ടിന് ആനുപാതികമായിരിക്കും. ഒരു ഡോക്ടർ ആകാൻ വേണ്ടി വളരെയധികം വർഷങ്ങളുടെ പ്രയാസമേറിയ പഠനം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ടെസ്റ്റിൽ നല്ല ബലം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിനായി നല്ലവണ്ണം പ്രയത്നിക്കണം. ഇനി എന്താണ് ആ പ്രയത്നങ്ങൾ എന്ന് നോക്കാം. ഒന്നാമതായി, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായി മാറും എന്ന കാര്യം വൈകാരികമായും ബുദ്ധിപരമായും മനസ്സിലാക്കുക. രണ്ടാമതായി, മനസ്സിൽ നിന്നും നമ്മെ ബന്ധിച്ചു നിർത്തിയ സംശയങ്ങൾ, ഭയം, ആകുലത തുടങ്ങിയ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിയുക. നമ്മുടെ ലിമിറ്റേഷൻസ് എല്ലാം നമ്മുടെ തന്നെ സ്വയം സൃഷ്ടിയാണെന്ന കാര്യം തിരിച്ചറിയുക. നമുക്കിപ്പോൾ നമ്മൾ വിശ്വസിച്ചിരുന്നതിനേക്കാളും വളരെ വലിയ അവസരങ്ങളാണുള്ളത്. ഇടുങ്ങിയ ചിന്താഗതി ഉപേക്ഷിക്കുക. ഇതൊന്നും എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് ചിന്തിക്കരുത്. ഇതെല്ലാം എനിക്കും സാധ്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുക. മൂന്നാമതായി, എന്തു പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും പോസിറ്റീവായി ചിന്തിക്കാനായി നമ്മുടെ ഊർജം മുഴുവനും ഉപയോഗിക്കുക. അതുപോലെ തന്നെ വ്യക്തമായ ഒരു ലക്ഷ്യം, ഗോൾ സെറ്റ് ചെയ്യുവാനും നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുക. നമ്മുടെ മനസ്സിന് നമ്മുടെ ഗോളിനെ പറ്റി എല്ലാ കോണുകളിൽ നിന്നും ചിന്തിക്കുവാനായി വിടുക. ഇതിനു വേണ്ടിയും എല്ലാ ശക്തിയും ധൈര്യവും ഉപയോഗിക്കുക. നമ്മുടെ ജീവിത ലക്ഷ്യത്തെ തോൽപ്പിക്കുവാനായി ഒരു ശക്തിക്കും കഴിവില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മൾ നമ്മുടേതായ നിധികളുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന കാര്യം മനസ്സിലുറപ്പിക്കുക. നാലാമതായി, നമ്മുടെ വരുമാനത്തിൽ നിന്നും 10% സേവ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ ജോലി എന്തുമായിക്കൊള്ളട്ടെ, അതിലും അതിവിപുലമായ അവസരമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുള്ള വില കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ. ഇനി നമ്മൾ ഒന്നുകൂടെ ഓർത്തു നോക്കാം. വിലമതിക്കാനാവാത്ത അതിശയകരവും മനോഹരവുമായ ജീവിതം നേടാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ. വി വിൽ ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ച ഭയം, വറി, ഡൗട്ട് തുടങ്ങിയ എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിയും. മൂന്നാമത്തെ പോയിന്റ്, നമ്മുടെ ഗോളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നാലാമതായി, വരുമാനത്തിൻ്റെ 10% സേവ് ചെയ്യുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആക്ഷൻ എടുക്കുക. ആശയങ്ങൾ അപ്രസക്തമാവും,
നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ. 30 ദിവസത്തെ ഈ ടെസ്റ്റ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ടെസ്റ്റ് കൊണ്ട് നമുക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. മറിച്ച് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് നേടിയെടുക്കാനായേക്കും. നമുക്കെല്ലാവർക്കും 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് പലതും നേടിയെടുക്കണം. രണ്ടാമത്തത്, ചില കാര്യങ്ങളിൽ നമുക്ക് പേടിയുണ്ട്. ഒരു കാർഡ് സൈസിലുള്ള പേപ്പർ എടുത്തിട്ട് നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്ന് എഴുതുക. ചിലർക്ക് അത് പണമാകാം, ചിലർക്ക് ഇപ്പോൾ കിട്ടുന്നതിൻ്റെ ഇരട്ടിയാകണമെന്നുണ്ടാവും, അല്ലെങ്കിൽ 1 കോടി, 10 കോടി, 100 കോടി തുടങ്ങിയ സ്പെസിഫിക് ആയ എമൗണ്ട് ആകാം. ചിലർക്കത് മനോഹരവും എല്ലാ സൗകര്യങ്ങളുമുള്ള വീടാകാം. മറ്റു ചിലർക്ക് നല്ല ഒരു ജോലിയാകാം. വേറെ ചിലർക്ക് നല്ല ഒരു കുടുംബജീവിതമാകാം. എന്തായാലും അത് വ്യക്തമായി എഴുതുക. അത് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഗോൾ ആയിരിക്കണം. ഈ ഗോൾ കാർഡ് ആരെയും കാണിക്കേണ്ടതില്ല. പക്ഷേ ഇത് നമ്മുടെ പക്കൽ എല്ലാ സമയവും ഉണ്ടായിരിക്കണം. ദിവസത്തിൽ പലതവണ അത് നോക്കണം. ദിവസവും രാവിലെ ഉണരുമ്പോൾ വളരെ ഉത്സാഹത്തോടെ പോസിറ്റീവ് വേയിൽ നമ്മുടെ ഗോളിനെ പറ്റി ചിന്തിക്കണം. ഉടനെ നമ്മുടെ ഉള്ളിൽ നിന്നും വരണം, ചാടി എഴുന്നേൽക്കൂ, ഈ ഗോൾ അച്ചീവ് ചെയ്ത് വിജയം വരിക്കാനായി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. വേഗം എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തുടങ്ങാം. ഉത്സാഹം താനേ വരും. ദിവസത്തിൽ പലതവണ ഗോൾ കാർഡ് നോക്കൂ. അപ്പോഴെല്ലാം പുതിയൊരു ഊർജം വരണം. ഈ 30 ദിവസം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ ഉത്സാഹത്തോടെ, സന്തോഷത്തോടെ, അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ചെയ്യൂ. നമ്മളിൽ വന്ന മാറ്റം കണ്ട് നമ്മളുമായി ഇടപഴകുന്ന ആളുകൾക്ക് അത്ഭുതം വരുമാറ് അത്രയ്ക്കും നന്നായി പ്രവർത്തിക്കുക. രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഗോൾ കാർഡ് നോക്കുക. നമ്മൾ ഗോൾ കാർഡിൽ നോക്കുമ്പോഴിൽ എല്ലാം ഓർക്കുക, വി മസ്റ്റ് ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. നമ്മൾ നമ്മളുടെ ഗോളിനെ പറ്റിയാണല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് തീർച്ചയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഗോൾ കാർഡ് എഴുതുകയും അതിനെപ്പറ്റി ചിന്തിക്കുന്ന തുടങ്ങിയ നിമിഷം തന്നെ അത് നമ്മുടേതായി കഴിഞ്ഞു. ഇതെല്ലാം ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ പുതിയ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുകയാണ്. പുതിയ ഹാബിറ്റ് ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിലുടനീളം അത് നിലനിൽക്കും. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും മേൽപ്പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക. വിലമതിക്കാനാവാത്ത നേട്ടങ്ങൾ ഉണ്ടാകും. ഈ 30 ദിവസം നമ്മൾ ഭയക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കരുത്. എപ്പോഴെല്ലാം പേടിപ്പെടുത്തുന്നതോ നെഗറ്റീവ് ആയ തോട്ട് മനസ്സിൽ വരികയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള മെൻ്റൽ പിക്ചറായിട്ടോ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്തതായിട്ടുള്ള മെൻ്റൽ പിക്ചറായിട്ടോ റീപ്ലേസ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പരിപാടി നിർത്തിക്കളയാമെന്ന്. കാരണം ആളുകൾക്ക് നെഗറ്റീവായി ചിന്തിക്കാനാണ് പോസിറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പം. അതുകൊണ്ടാണ് 5% മാത്രം ആളുകൾ വിജയിക്കുന്നത്. നമ്മളും ആ 5% വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നേറുക. ഈ 30 ദിവസം നിങ്ങളുടെ മൈൻഡിൻ്റെ ഫുൾ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുക്കുക. അത് നിങ്ങൾ അനുവദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്തുക. ഈ 30 ദിവസം നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ജോലി ചെയ്യുക. വളരെ സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, കാര്യക്ഷമമായി. എപ്പോഴും ഓർക്കുക, നമ്മൾ കൊടുക്കുന്നതിന് ആനുപാതികമായിട്ടേ നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയ നിമിഷം മുതൽ നിങ്ങളൊരു സക്സസ്ഫുൾ പേഴ്സൺ ആയി. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കു തന്നെ വ്യക്തമായി അറിയുന്നയാളായി മാറി. അതായത് 5% വരുന്ന സക്സസ്ഫുൾ പേഴ്സൻ്റെ ഗണത്തിൽ നിങ്ങളും വന്നു. നിങ്ങളുടെ ഗോൾ എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നതിനെപ്പറ്റി വല്ലാതെ ചിന്തിച്ച് തലമുണ്ടാക്കണ്ട. അത് നമ്മളെക്കാളും 10 മടങ്ങ് ശക്തിയുള്ള പ്രപഞ്ചശക്തിക്ക് വിട്ടുകൊടുക്കൂ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. പ്രപഞ്ചശക്തി നമ്മെ നേരായ പാതയിലേക്ക് നയിക്കും. സംശയിക്കേണ്ട. ബൈബിളിൽ പറഞ്ഞത് ഓർക്കുക, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. വെരി സിമ്പിൾ. എന്താണ് വേണ്ടത്? മഹത്തായ ഒരു ലക്ഷ്യവും അഥവാ ഗോൾ, അതിലുള്ള വിശ്വാസവും.
ഈ 30 ദിവസം ഏറ്റവും നന്നായി ജോലി ചെയ്യുക. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ മുൻപൊന്നും ചെയ്യാത്ത വിധത്തിൽ വളരെ ചിയർഫുള്ളായി, കാമായി, വളരെ നന്നായി ചെയ്യുക. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ ഈ 30 ദിവസം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കുടുംബത്തെ വളരെ നന്നായി സേവിക്കുക. നിങ്ങൾ ആശ്ചര്യപ്പെടും ജീവിതത്തിൽ വന്ന ഈ മാറ്റത്തിൽ. അത്രയ്ക്കും സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഈ 30 ദിവസം നിങ്ങൾ എന്തു ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അത് മുൻപെങ്ങും ചെയ്യാത്ത വിധത്തിൽ വളരെ നന്നായി ചെയ്യുക. അതോടൊപ്പം തന്നെ ഗോൾ കാർഡ് നേരത്തെ പറഞ്ഞ പോലെ ദിവസവും ഇടയ്ക്കിടെ നോക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ വന്ന പുതിയ മാറ്റങ്ങളെപ്പറ്റി അത്ഭുതപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യും. ഈ 30 ദിവസത്തെ ടെസ്റ്റ് നന്നായി ചെയ്യുക. അതിനിടയിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ചെയ്യാൻ അനുവദിച്ചില്ല എങ്കിൽ ഒരു 30 ദിവസം കൂടി ചെയ്യൂ. സാവകാശം അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും ബോധ്യപ്പെടും. ഒരു പ്രചോദനവുമില്ലാതെ മഹത്തായതൊന്നും നേടിയിട്ടില്ല. ഈ 30 ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും വറി ചെയ്യരുത്. ഈ 30 ദിവസം ചെറിയ ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകാതിരിക്കുക. സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും ഇരിക്കുക. ഈ ടെസ്റ്റ് ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ചിലർ ചോദിക്കും, ഞാൻ എന്തിന് ഇതെല്ലാം ചെയ്യണം? നമുക്ക് വിജയിക്കണ്ടേ? ടെൻഷനും ഭയവും വറീസും ഉത്കണ്ഠയും നിറഞ്ഞ പരാജയപ്പെട്ട ഒരു ജീവിതമാണോ നമുക്ക് വേണ്ടത്? നമ്മൾ ഓർക്കണം, വിതച്ചതേ കൊയ്യൂ. ഭയവും ഫ്രസ്ട്രേഷൻസും നെഗറ്റീവ് തോട്ട്സുമാണ് നമ്മൾ വിതച്ചതെങ്കിൽ അതേ കൊയ്യൂ. പോസിറ്റീവ് തോട്ട്സ് ആണ് നമുക്കുള്ളതെങ്കിൽ അതായിരിക്കും നമ്മൾ കൊയ്യുന്നതും. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാലും 30 ദിവസത്തെ ഈ ടെസ്റ്റ് നന്നായി ചെയ്യുക. വിജയം സുനിശ്ചിതമാണ്. പരാജിതനായി ജീവിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് 30 ദിവസത്തെ ഈ ടെസ്റ്റ് നന്നായി ചെയ്യാൻ. ഇനി ചിലപ്പോൾ നമ്മൾ മറക്കും ഈ ടെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന്. ഈ വീഡിയോ ദിവസവും കാണൂ. അത് ഒരു ശീലമാക്കൂ. കഴിയുന്നതും രാവിലെ എഴുന്നേറ്റ ഉടനെ ഇത് കേൾക്കൂ. അനേകായിരം ആളുകളെ വിജയത്തിലേക്ക് പിടിച്ചുയർത്തിയ അത്ഭുതകരമായ കാര്യമാണിത്. വളരെ വർഷങ്ങളായി തെളിയിക്കപ്പെട്ടതാണ്. യാതൊരു സംശയവും വേണ്ട. പല ആളുകളും നിയമം മനസ്സിലാക്കാതെ പറയാറുണ്ട് അവർക്ക് വളരെയധികം പണം ഉണ്ടാക്കണമെന്ന്. നോട്ടടിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർ മാത്രമേ പണം ഉണ്ടാക്കാറുള്ളൂ. മറ്റുള്ളവർ പണം സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. പണം സമ്പാദിക്കാനുള്ള ഒരേയൊരു മാർഗം ആളുകൾക്ക് അവർക്ക് ഉപകാരപ്രദമായ പ്രൊഡക്ട്സോ സർവീസസോ കൊടുക്കുക എന്നതാണ്. അതിനാൽ നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ കൊടുക്കുന്ന സർവീസിന് ആനുപാതികമായിരിക്കും. പണം ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ട് അല്ല സക്സസ്. പണം ഉണ്ടാകുന്നത് സക്സസ് ആയതിൻ്റെ റിസൾട്ട് ആണ്. നമ്മൾ കൊടുക്കുന്ന സർവീസിൻ്റെ ആനുപാതികമാണ് സക്സസ്. ഭൂരിഭാഗം ആളുകളും ചിന്തിക്കുന്നത് നിങ്ങൾ കുറേ പണം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആണെന്നാണ്. പക്ഷെ സത്യമതല്ല. നിങ്ങൾ സക്സസ്ഫുൾ ആയതിനു ശേഷമേ നിങ്ങൾക്കും പണം സമ്പാദിക്കാനാകുള്ളൂ. അടുപ്പിൻ്റെ മുന്നിലിരുന്ന് അടുപ്പിനോട് പറയുകയാണ്, തീ തരൂ, അതിനുശേഷം ഞാൻ വിറകിടാം എന്ന് പറയുന്ന പോലെയാണിത്. ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് ചുറ്റും കാണും. ആദ്യം വിറകിട്ടാലല്ലേ തീ കിട്ടൂ? ഇതുപോലെ തന്നെ ആദ്യം സർവീസ് കൊടുത്താലല്ലേ നമുക്ക് പണം കിട്ടൂ? പണത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. നല്ല സർവീസ് കൊടുക്കൂ, നന്നായി ജോലി ചെയ്യൂ, സ്വപ്നം കാണൂ, സൃഷ്ടിക്കൂ. ഇപ്രകാരം ചെയ്താൽ അളവറ്റ ധനം നമുക്ക് സമ്പാദിക്കാം. നമ്മൾ നല്ല സർവീസ് കൊടുക്കൂ. അതിനുള്ള ഫലം നമ്മൾ സർവീസ് കൊടുത്തയാളിൽ നിന്നും കിട്ടിയില്ല എങ്കിലും വിഷമിക്കേണ്ട. അത് വേറെ ചിലരിൽ നിന്നും നമുക്ക് ലഭിക്കും. ന്യൂട്ടന്റെ ലോ ഇവിടെ ഓർക്കുക. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. ഇനി സക്സസ്സിലേക്കുള്ള 6 പടികൾ ഏതൊക്കെയെന്ന് നോക്കാം. 1. വ്യക്തമായ ഒരു ലക്ഷ്യം അഥവാ ഗോൾ സെറ്റ് ചെയ്യുക. 2. അവനവനിൽ വിശ്വസിക്കുക. എന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, എനിക്ക് പരിമിതികൾ ഉണ്ട്, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഉപേക്ഷിക്കുക. തീർച്ചയായും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. 3. നമ്മൾ വിജയിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ചികഞ്ഞ് ചിന്തിക്കാതിരിക്കുക. പകരം എങ്ങനെ വിജയിക്കാമെന്ന് ചിന്തിക്കുക. 4. നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ചിന്തിക്കുന്നവർ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ കാരണമെന്തെന്നും നമ്മുടെ ചെറുപ്പക്കാലം തൊട്ടുള്ള സാഹചര്യങ്ങളെ നന്നായി അനലൈസ് ചെയ്ത് മനസ്സിലാക്കി
ആ ചിന്താഗതി മാറ്റി എല്ലായ്പ്പോഴും പ്രോഗ്രസ് ചെയ്തേ മതിയാകൂ എന്നും അങ്ങനെ പുരോഗതി പ്രാപിക്കാനുള്ള എല്ലാ കഴിവും അറിവും തൻ്റെടവും തനിക്കുണ്ടെന്നും ബോധ്യപ്പെടുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുക. പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളോ അധ്യാപകരോ മറ്റോ പറഞ്ഞ കാര്യമാകാം നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റൂ, നീ അത്ര കഴിവില്ലാത്തവനാണ് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറിയിരിക്കുന്നുണ്ടാവും. ആ ചിന്തകളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എന്നെക്കൊണ്ട് ഇത് പറ്റും, ഞാനൊരു സംഭവമാണ്, എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ടെന്ന് വിശ്വസിക്കുക. അഞ്ചാമതായി നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റുക. ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയുള്ളയാളായി മാറുമോ അങ്ങനെയുള്ളയാളായി മാറിയതായി സങ്കല്പിക്കുക. അതുപോലെ പെരുമാറുക. ഓൾറെഡി ഗോൾ അച്ചീവ് ചെയ്തതായി വിശ്വസിക്കുക. നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള സക്സസ്ഫുൾ പേഴ്സൺ ആയി മാറിയതായും അദ്ദേഹം എങ്ങനെ പെരുമാറുമോ അങ്ങനെ പെരുമാറുക. എടുപ്പിലും നടപ്പിലും ഭാവത്തിലും ആ മാറ്റം കൊണ്ടുവരിക. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാനായി അതിനുള്ള വില കൊടുക്കുക, അതിനായി പ്രയത്നിക്കുക. അത് അൺസക്സസ്ഫുൾ ആയി ജീവിക്കുന്നതിനേക്കാളും വളരെ സുഖകരമായിരിക്കും. 30 ദിവസത്തെ ഈ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത 30 ദിവസം കൂടി ടെസ്റ്റ് തുടരൂ. അതിനുശേഷം ഒന്നുകൂടി ആവർത്തിക്കൂ. പുതിയ നിങ്ങളിൽ നിങ്ങൾ അത്ഭുതപ്പെടും, തീർച്ച. അത്രയ്ക്കും നിങ്ങൾ അഭിവൃദ്ധിപ്പെടും. നിങ്ങൾ സ്വപ്നം കണ്ടതിനേക്കാളും അധികം നിങ്ങൾക്ക് ലഭിക്കും. വളരെയധികം പണം ഒഴുകിയെത്തും. അതിലുപരി സമാധാനമുണ്ടാകും. വിസ്മയകരമായ നേട്ടങ്ങൾ കൈവരിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന വളരെ ചുരുക്കം പേരിൽ നിങ്ങളും ഉണ്ടാകും. ഇന്നു തന്നെ തുടങ്ങൂ. നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. നിങ്ങൾക്ക് ജീവിത വിജയം തീർച്ചയായും നേടാം. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. അവരും വിജയിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓൾ ദ വെരി ബെസ്റ്റ്. രവി. താങ്ക് യു.